അപ്പോൾ SEO സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സിൽ സബ്മിറ്റ് ചെയ്യുക, ഗൂഗിളിനെ എങ്ങനെയാണ് അറിയിക്കുക, നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സിൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുന്നേ സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഈ ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിനെ പെട്ടെന്ന് ഗൂഗിൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കൂടാണ്ട് തന്നെ ഒരുപാട് എറേഴ്സ്, ഇപ്പം നമുക്ക് എന്തെങ്കിലും സൈറ്റ് ഗൂഗിൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാക്കിംഗ് എറർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ടൈറ്റിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനത്തെ കുറേ എറേഴ്സ് ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓൺ പേജ് SEO സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ SEOന്റെ ആദ്യത്തെ പാർട്ട് ഓൺ പേജ് SEO, രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സ്. അപ്പോൾ ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സൈറ്റിൽ നമ്മളിപ്പോൾ കീവേഡ്സ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ആർട്ടിക്കിൾ എഴുതുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ആളുകൾ നമ്മുടെ സൈറ്റിലോട്ടേക്ക് വരുന്നതെന്ന് ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സ് പറഞ്ഞുതരും. അതൊരിക്കലും നമ്മളെ ഇന്റന്റിനനുസരിച്ചായിരിക്കില്ല. ആൾക്കാർ അവരെ കീവേഡ് സെർച്ച് ചെയ്തിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെ കീവേഡിലാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നതിന്റെ ഒരു സോഴ്സ് നമുക്ക് കിട്ടുന്ന ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സിലാണ്. അപ്പം എല്ലാവരും വേർഡ് പ്രസ്സിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് കരുതുന്നു. അപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവർ വേർഡ് പ്രസ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലുള്ള ആൾക്കാരാണോ, എങ്ങനെ ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളതിന്റെ ചെറുതായിട്ടൊരു ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരെ ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സിലോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സിന്റെ ഉള്ളിൽ ചെന്നു. ഇനി ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സ് ചെയ്യുക. അപ്പൊ ജിമെയിൽ ഇല്ലാത്തവരാണെങ്കിൽ പുതുതായിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഞാൻ അതിൽ സൈൻ ഇൻ ചെയ്തു. അപ്പം ഇതിപ്പോ ഓൾറെഡി ഉള്ള ഒരു വേറൊരു സൈറ്റിന്റെ ആണ്, പുതുതായി സ്റ്റാർട്ട് ചെയ്ത സൈറ്റിന്റെ ആണ്. ഞാൻ അതൊന്ന് മാറി ഞാൻ നിങ്ങൾക്ക് പുതിയൊരു പ്രോപ്പർട്ടി എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പുതിയൊരു പ്രോപ്പർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വെബ്സൈറ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നു കാണിച്ചു തരാം. അപ്പൊ ഇതിൽ URL പ്രിഫിക്സിലോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ ഡൊമൈൻ വഴി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതിൽ ഞാനിപ്പം പുതുതായിട്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയൊരു സൈറ്റിലോട്ടേക്കാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഞാൻ വെറുതെ എന്റെ വേർഡ് പ്രസ് ലോഗിൻ ചെയ്തിടാൻ പോവുകയാണ്. അപ്പൊ എല്ലാം ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ 2 ടാബ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ് ഇപ്പോൾ വീഡിയോയിൽ. അപ്പൊ ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, എന്റെ വെബ്സൈറ്റിന്റെ URL ഞാൻ കോപ്പി ചെയ്യാൻ പോകുന്നതാണ്. SEOന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിലൊന്നാണ് ഗൂഗിൾ വെബ് മാസ്റ്റേഴ്സ്. അപ്പൊ പലരും ഇന്നും അതിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ ആഡ് ന്യൂ പ്രോപ്പർട്ടിയിൽ പുതിയ കണ്ടിന്യൂവേഷൻ കൊടുത്തു. അപ്പൊ ഇതിന്റെ വെരിഫിക്കേഷൻ പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഫയൽ നമുക്ക് public.html, ഇപ്പൊ HTML-ഉം CSS ഒക്കെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ അതുവഴി ചെയ്യാൻ പറ്റും. ഞാൻ എന്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേർഡ് പ്രസ് ചെയ്ത കാരണം ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് വിചാരിച്ചു കഴിഞ്ഞാല്, ഞാൻ ഇതിന്റെ മെറ്റാ ടാഗ് പറഞ്ഞ ഒരു ടാഗ് ഉണ്ട്. ആ ടാഗ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഹെഡർ സെഷനിൽ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് വെരിഫൈ ആവുന്നതാണ്. അപ്പൊ ഞാൻ കോപ്പി ചെയ്യുന്നു, ഡാഷ്ബോർഡ് പോകുന്നു. ഡാഷ്ബോർഡ് പോയതിനു ശേഷം ഞാൻ ഇവിടെ ഡാഷ്ബോർഡ് പോയതിനു ശേഷം അപ്പിയറൻസ്,
എഡിറ്റർ. അപ്പൊ ഇത് ഞാൻ തീമിന്റെ ഉള്ളിൽ എഡിറ്റ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. അതാണ് തീം എഡിറ്റർ ചൂസ് ചെയ്തത്. ഐ അണ്ടർസ്റ്റാൻഡ്. അവർ പറയുന്നത് നമ്മളിപ്പോ കോഡ് തെറ്റിക്കഴിഞ്ഞാൽ ഇത് വെബ്സൈറ്റിന് തന്നെ ബാധിക്കുന്നതാണ്. ഇതിലിപ്പോ നോക്കുവാണ്, ഇതിലിപ്പോ ഞാൻ തീം ഹെഡർ എടുത്തു. നെറ്റ് ഇത്തിരി slow, അതാണ് ടൈം എടുക്കുന്നത്. ബാംഗ്ലൂർ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നെറ്റിന്റെ കാര്യം എല്ലായിടത്തും കണക്കാണ്. അപ്പൊ എൻ്റർ ചെയ്തു. ഇവിടെ ഞാൻ ആ മെറ്റാ ടാഗ് പേസ്റ്റ് ചെയ്തു. ഞാൻ അത് ഒരേ ലൈനിലൊന്നും ആക്കട്ടെ. ഓക്കെ. അപ്പൊ ഇത് ചെയ്തതിന് ശേഷം ഞാൻ താഴെ പോകുന്നു, അപ്ഡേറ്റ് ഫയൽ കൊടുക്കുന്നു. ഇതിപ്പോ HTML സൈറ്റ് ആണെങ്കിലും സെയിം രീതിയിൽ ചെയ്താൽ മതി, ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും. എന്നിട്ട് ഞാൻ ഇത് ടാഗ് ചെയ്തതിന് ശേഷം ഞാനിപ്പോ വെരിഫൈ കൊടുക്കുകയാണ്. ഉണ്ടോ, നമ്മുടെ ഓണർഷിപ്പ് വെരിഫൈ ആയി. ഇത് കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലേറ്റർ ആയിട്ടേ കിട്ടുള്ളൂ. കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊന്ന് അനലൈസ് ചെയ്ത് എന്തെങ്കിലും കീവേഡ്സിൽ ട്രാഫിക് വന്നു, വെബ്സൈറ്റ് ഉണ്ടാക്കിയ പാട് തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടണമെന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിപ്പോ ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ട്രാഫിക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുള്ളതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് തരാം. അപ്പൊ ഞാനത് വേറെ ജിമെയിലിലോട്ടേക്ക് പോയി. അത് ഓരോ ജിമെയിലിനും സ്പെഷ്യലായിട്ട് ആക്സസ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ജിമെയിലിന്റെ അണ്ടറിലുള്ള ഒരു പ്രോപ്പർട്ടിയിലോട്ടേക്ക് ഞാൻ ഇപ്പൊ ലോഗിൻ ചെയ്യാം. ഇതിപ്പോ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിലോട്ടേക്ക് വരുന്ന ട്രാഫിക് ആണ്. അപ്പൊ ഇതിലോട്ടേക്ക് പോയതിനു ശേഷം ഇതാണ് ഓവർവ്യൂ. എത്ര പേജസ് ഉണ്ട്, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, എറേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യാണ്ട് നിന്നിട്ടുണ്ടോ, ഗൂഗിള് നമ്മുടെ സൈറ്റിനെ വിസിറ്റ് ചെയ്യാണ്ട് നിന്നിട്ടുണ്ടോ. പിന്നെ നമുക്ക് പെർഫോമൻസ് കാണാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാനിപ്പോ ലാസ്റ്റ് 3 monthsന്റെ അടുത്താണ്. അപ്പൊ 20.5K ഇംപ്രഷൻസ് വരുന്നുണ്ട്, 1.3 CTR, 1.3% ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ടോട്ടൽ നടന്നേക്കുന്ന 260 ക്ലിക്കിന്റെ അടുത്താണ്. ആവറേജ് പൊസിഷൻ 50 ആണ് കാണിക്കുന്നത്. അത് കാരണം വിചാരിച്ചതിന് കുറെ അല്ലാത്ത കീവേഡ്സും ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ കണ്ടുപിടിക്കുന്ന കീവേഡ്സ്, ഇപ്പൊ ഫോട്ടോഗ്രാഫി ട്രെയിനിങ് ഇൻ ബാംഗ്ലൂർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻ കോർമംഗളം, ഇതിലുള്ള വോളിയം, എത്ര ആൾക്കാർ ഒരു ക്ലിക്കിന് ഏകദേശം എത്ര കാശ് വരും നമ്മളിപ്പോ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുകയാണെങ്കിൽ, കോമ്പറ്റീഷൻ, പിന്നെ എത്ര ക്ലിക്ക് നടന്നു, എത്ര ഇംപ്രഷൻ ഹാപ്പൻ ചെയ്തു. അപ്പൊ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. നിങ്ങൾക്ക് താഴത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, ഏകദേശം 652 പേജ് ഇതേപോലെ കീവേഡ്സ് ഉണ്ട് നമ്മൾ റാങ്ക് ചെയ്യുന്നതിന്റെ. അപ്പൊ ആ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ഇവിടെ കിട്ടാവുന്നതാണ്. ഇതിന് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺട്രി സ്പെസിഫിക് ഇന്ത്യ ഉള്ള രീതി കൊടുക്കുകയാണ് പറ്റും. അപ്പൊ ഇതിൽ എനിക്ക് കമ്പാരിസന്റെ ആവശ്യമില്ല. കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ ടാർഗറ്റ് ഓഡിയൻസ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ 2 രാജ്യത്തുള്ളവരാണെങ്കിൽ അവിടെ കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ത്യ മാത്രം എടുത്തു. ഇന്ത്യ മാത്രം എടുത്തപ്പോൾ നമ്മുടെ പൊസിഷൻ മാറി. കാരണം എന്റെ മെയിൻ ഫോക്കസ് നമ്മുടെ ഇന്ത്യൻ ഓഡിയൻസ് മാത്രമാണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ താഴത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്ത്യന്റെ എടുത്തതിൽ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിൽ നമുക്ക് ക്ലിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസ് കിട്ടി. ഇനിയിപ്പോ ഇതില് മെയിൻ ആയിട്ട് റാങ്ക് ചെയ്യുന്ന പേജസ് ഏതൊക്കെയാണ്? sketchcareer.com, ഫോട്ടോഗ്രാഫി ട്രെയിനിങ്, ബ്ലോഗിംഗ് ക്രാഷ് കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻ ബാംഗ്ലൂർ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് റാങ്ക് ചെയ്യുന്ന പേജസ്.
നമ്മുടെ സൈറ്റ് ഏതൊക്കെ രാജ്യക്കാർ കണ്ടു ഉള്ളതിന്റെ ഡീറ്റെയിൽസ്. അതിപ്പോ ഞാൻ ഇന്ത്യ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. അപ്പൊ ഇന്ത്യയിൽ നിന്ന് എത്ര ക്ലിക്ക് നടന്നു, പുറത്തെ രാജ്യത്ത് നിന്ന് എത്ര ക്ലിക്ക് നടന്നു ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ എന്തൊക്കെ ഡിവൈസസ് വഴിയാണ് ക്ലിക്ക് നടന്നേക്കുന്നത്. സെർച്ച് അപ്പിയറൻസ് നമ്മൾ നേരത്തെ കണ്ട നോക്കിയാൽ മതി. വെബ് റിസൾട്ട് പറ്റി കൂടുതലായിട്ട് അറിയാനൊന്നുമില്ല. ഇതിപ്പോ നമ്മുടെ URL ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിപ്പോ പർട്ടിക്കുലർ ഒരു URL എടുത്തു കഴിഞ്ഞാൽ അതിലോട്ടേക്കുള്ള കംപ്ലീറ്റ് ഡാറ്റാസ് മാത്രമായിട്ട് അവർ ഇൻസ്പെക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ URL ലിസ്റ്റഡ് ഓൺ ഗൂഗിൾ ആണ്, കവറേജ് നടന്നിട്ടുണ്ട്, പേജ് മൊബൈൽ ഫ്രണ്ട്ലി ആണ്. അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടി. നമ്മുടെ വെബ്സൈറ്റ് എന്തുമാത്രം ഗൂഗിളിന് ഫ്രണ്ട്ലി ആണ്, ഗൂഗിളിൽ എങ്ങനെയൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് ഉള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യാനാണ്. ഇതിൽ ഓൾറെഡി സൈറ്റ് മാപ്പ് സബ്മിറ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സൈറ്റ് മാപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോ എന്റെ വെബ്സൈറ്റിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു പ്ലഗിൻ ഉണ്ട്. ആ പ്ലഗിന്റെ പേരാണ് യോസ്റ്റ് SEO. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോ ഓട്ടോമാറ്റിക് ഇല്ലാത്തവർക്ക്, വേറെ രീതിയിൽ വെബ്സൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സൈറ്റ് മാപ്പ് ഇവിടുന്ന് സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ കോഡിങ്ങിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. cPanel cPanel ചെന്നിട്ട് ആ ഫയല് അപ്ലോഡ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ sketchpedia.com എനിക്ക് സൈറ്റ് മാപ്പ് വേണമെങ്കിൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ടൈപ്പ് ചെയ്ത URL എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഇപ്പൊ എന്തായാലും ഇതനുസരിച്ച് തന്നെ കൊടുക്കുന്നതാണ്. അപ്പൊ ഇന്നലെ നമ്മൾ സൈറ്റ് മാപ്പ് ചെയ്തിരുന്നു. സൈറ്റ് മാപ്പ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളിപ്പോ ഡെവലപ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റ് HTML PHP ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് cPanel ചെന്നിട്ട് public.html പറഞ്ഞ ഫോൾഡർ ചെന്ന് അപ്ലോഡ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നലെ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. യോസ്റ്റ് കോൺഫിഗർ ചെയ്യുന്ന ഇങ്ങനെയാണ്. കോൺഫിഗറേഷൻ വിസാർഡ് പോയി കഴിഞ്ഞാൽ ലോഡിംഗ് ടൈം എടുക്കുന്നുണ്ട്. ഞാൻ അവിടെ താഴത്തെ പോയി കോൺഫിഗർ യോസ്റ്റ് SEO ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈറ്റ് ഈസ് റെഡി ടു ബി ഇൻഡെക്സ്ഡ്. അതിനുശേഷം ഇവിടെ ചെന്നിട്ട്
ബ്ലോഗ് ആ രീതിയിലാണ്, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ പേഴ്സണൽ സൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പോർട്ട്ഫോളിയോ എടുത്ത് നിങ്ങളുടെ ബിസിനസ് ഏതാ വിചാരിച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിവിടെ പേഴ്സണൽ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ പേര് കൊടുക്കുക. എൻ്റെ പേര് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ URL ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ URL ഇവിടെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, യോസ്റ്റ് എസ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് തന്നെ നമ്മുടെ സൈറ്റ് മാപ്പ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പൊ ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി പോയതിനു ശേഷം ഇവിടെ ഫേസ്ബുക്കിന്റെ URL സബ്മിറ്റ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോകാൻ പോവുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ URL ഞാൻ കോപ്പി ചെയ്യണം. പിന്നീട് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പോവുക. ലിങ്ക്ഡിൻ്റെ URL കോപ്പി ചെയ്യണം. ഞാനിപ്പോൾ മെയിൻ ആയിട്ടുള്ള എൻ്റെ എല്ലാ പ്രൊഫൈലിന്റെയും URL തന്നെ ഇവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞു. പിന്നെ യൂട്യൂബിന്റെ URL, യൂട്യൂബിന്റെ URL കോപ്പി ചെയ്യുന്നു. യോസ്റ്റസിയിൽ ചെന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇത് ക്ലിക്ക് ഓൺ നെക്സ്റ്റ് കൊടുക്കുന്നു. സെർച്ച് എൻജിൻ ഷുഡ് ഷോ പോസ്റ്റ് ഇൻ സെർച്ച് റിസൾട്ട്സ് ഷോ പേജസ്. സെർച്ച് എൻജിനോട് ഇൻഡസ്ട്രി ചെയ്തോളാനുള്ള രീതിയിൽ ഒരു യെസ് ഞാൻ കൊടുക്കുകയാണ് അവിടെ. മൾട്ടിപ്പിൾ ഓതേഴ്സ് എന്തായാലും എനിക്കില്ല. ഇപ്പൊ ഗൂഗിൾ സെർച്ച് കൺസോളിന് ഗെറ്റ് ഓതറൈസേഷൻ കോഡ് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇത് ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് സൈറ്റ് മാപ്പ് സൈൻ ഇൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇതിലിപ്പോ ഞാൻ ഉണ്ടാക്കിയ ജിമെയിൽ തന്നെ ചെന്നിട്ട് എൻ്റെ അക്കൗണ്ട് ചൂസ് ചെയ്യാം.
എല്ലോ കൊടുക്കുക. ഗൂഗിൾ എനിക്കൊരു വെരിഫിക്കേഷൻ കോഡ് ഇവിടെ തന്നു. അതിനുശേഷം ഒന്ന് ക്ലോസ് ചെയ്യുക. പേസ്റ്റ് കൊടുക്കുക. പിന്നെ ഒതന്റിക്കേറ്റ്. ഇതിൽ നമ്മൾക്ക് ഇപ്പോൾ എടുത്ത പ്രൊഫൈൽ കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്നത് നിതാൻ ശശിധരൻ.com ആണ്. ഇനി അത് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ എന്താണ് സെപ്പറേഷൻ? URL വരുന്ന സെപ്പറേഷൻ. URL വരുന്ന സെപ്പറേഷൻ പറഞ്ഞാൽ URL കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ഞാനിത് ടൈറ്റിൽ സെപ്പറേറ്റർ അവർ സജസ്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോവാണ്. ഇതിൽ നെക്സ്റ്റ് കൊടുക്കുന്നു. സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. നെക്സ്റ്റ് കൊടുക്കുന്നു. നിങ്ങൾക്ക് യോസ്റ്റസിന്റെ പ്രത്യേക ട്രെയിനിങ് വേണം, അതിനുള്ള കിട്ടുന്നതാണ്. അതിനുശേഷം ക്ലോസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഓതറൈസ് ചെയ്തുകൊണ്ട് തന്നെ സൈറ്റ് മാപ്പ് ഒക്കെ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ ചെന്നിട്ട് സൈറ്റ് മാപ്പ് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സൈറ്റ് മാപ്പ് ചെക്ക് ചെയ്യേണ്ട എങ്ങനെയാണ്? സൈറ്റ് നിങ്ങളിപ്പോ നേരത്തെ HTML കാണിച്ച മെത്തേഡാണ് സെയിം മെത്തേഡ്. അപ്പൊ ഇത് സബ്മിറ്റ് ചെയ്യും. അപ്പൊ ഗൂഗിൾ അത് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ കിട്ടില്ല, അത് കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ അത് വെരിഫൈഡ് ആയി കാണും. ഇനിയിപ്പോ ഞാൻ വെരിഫൈഡ് ആയ ഒരു അക്കൗണ്ടിന്റെ ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. ഇതിന്റെ ഓൾഡ് വേർഷൻ കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു. ഇതിന്റെ പുതിയ വേർഷന്റെ എല്ലാ സംഭവങ്ങളും ഇതുവരെ വന്നിട്ടില്ല. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോ ഏതെങ്കിലും ലിങ്കുണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഈ സൈറ്റ് പുതുതായത് കൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ലോഗിനിൽ പോവാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്റെ കമ്പനീന്റെ അക്കൗണ്ടിലോട്ടൊക്കെ ഓപ്പൺ ചെയ്യാം. അവിടെ ആകുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഓവർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു. ഇതിനുശേഷം നിങ്ങളുടെ സൈറ്റ് എവിടെയൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഇന്റേണൽ ലിങ്ക് എവിടെയൊക്കെയാണ്, നിങ്ങളുടെ പുറത്തോട്ടൊക്കെ എവിടെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഉള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഏറ്റവും അധികം ലിങ്ക് ചെയ്ത സൈറ്റുകളും ഇവിടെ കാണാവുന്നതാണ്. ഇതിലിപ്പോ നിങ്ങൾക്ക് വേണ്ടാത്ത ബന്ധമില്ലാതെ വന്ന സൈറ്റുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് വെബ് മാസ്റ്റേഴ്സിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡൗട്ടുള്ള ആർക്കാണെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതിലിപ്പം ഓൾറെഡി ഞാനിപ്പോ ഷെയർ ചെയ്തേക്കുന്നത് എന്തൊക്കെയാ വെച്ചാൽ എങ്ങനെ ഒരു സൈറ്റ് ഗൂഗിളിലോട്ടേക്ക് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി ഏതൊരു ആർട്ടിക്കിൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ URL ഇവിടെ ഇൻസ്പെക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. സപ്പോസ് ഇതെന്റെ ഒരു URL ആണ്. അപ്പൊ ഗൂഗിളിന്റെ അവർ ഡാറ്റ എടുക്കുന്നു, അതിന്റെ പെർഫോമൻസ് കാണിച്ചിരുന്നു, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. ഇത് സബ്മിറ്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവരും പ്രീവിയസ് വീഡിയോസ് കാണുക. കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇനിയുള്ള വീഡിയോസ് ഞാൻ നെക്സ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.